അടുത്തത് എറണാകുളം ജില്ലയിലെ ബെസ്റ്റ് സെന്റർ അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടി മിസ്റ്റർ അനീഷ് ജോർജിനെ വിളിക്കുന്നു. ഗുഡ് ഈവനിങ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ബെസ്റ്റ് സെന്റർ കണ്ടുപിടിക്കുക വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം എക്സലന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന കുറേയധികം സെന്റേഴ്സ് ഉണ്ട്. കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ മോട്ടോർ സെന്ററിനാണ് കൊടുത്തിരുന്നത്. ഈ പ്രാവശ്യം ഒരു ചെറിയ ചേഞ്ച്, മോട്ടോർ സെന്റർ മോശമായോണ്ടല്ല, ഈ പ്രാവശ്യത്തെ ബെസ്റ്റ് സെന്ററായിട്ട് ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന G-Tech പെരുമ്പാവൂർ. Congratulations team പെരുമ്പാവൂർ. അടുത്തതായിട്ട് മിസ്റ്റർ അനീഷ് ജോർജ് എന്നെ അവരുടെ ജില്ലയിലെ ബെസ്റ്റ് കൗൺസിലറിനെ കൂടെ അനൗൺസ് ചെയ്യുന്നു. ബെസ്റ്റ് കൗൺസിലർ എറണാകുളം ഡിസ്ട്രിക്ട് G-Tech മൂവാറ്റുപുഴ മിസ്റ്റർ ജോമോൻ. ഹലോ. ബെസ്റ്റ് സെന്റർ ഇടുക്കി, ബെസ്റ്റ് കൗൺസിലർ ഇടുക്കി. The best counselor in Idiki award goes to Niva Boban of Adimale. Best counselor in G-Tech Kottayam, G-Tech Pambadi, Elsina. Elsina, G-Tech Pambadi. Gobia, among states. Palakkad district. പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഇപ്രാവശ്യത്തെ ബെസ്റ്റ് കൗൺസിലർ ഒരു ടീം വർക്കായിരുന്നു അവരുടെ. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഉള്ളൊരു ടീം വർക്കിലാണ് അവർ ശരിക്കും വിജയം നേടിക്കൊണ്ടിരിക്കുന്നത്. ആ ടീമിനെ മുഴുവൻ ഞാൻ വിളിക്കുകയാണ്, ഒറ്റപ്പാലം സെൻട്രലിലെ മാർക്കറ്റിംഗ് ടീമിനെ മുഴുവൻ. ഷഫീർ ആൻഡ് ടീം പ്ലീസ് പെട്ടെന്ന് വരണേ. ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പർ എത്തിയിട്ടുണ്ട്. സർ നല്ലൊരു കൈയ്യടി കൊടുക്കും പ്ലീസ്. വെൽക്കം സർ. G-Tech പെരുമ്പാവൂർ again please. ഈ ചേട്ടനൊന്ന് പെട്ടെന്ന് വരൂ കേട്ടോ, അല്ലെങ്കിൽ ശ്രീമതിയാണ് വരുന്നത്. പെട്ടെന്ന് വരൂ. Thank you sir and thank you madam. അടുത്തതായി ബെസ്റ്റ് സെന്റർ മലപ്പുറം is മലപ്പുറം. Yes, കൗൺസിലർ രണ്ടുപേരും വരണേ. വക്കീല Thank you. Best counselor Calicut. That's also Nariguni. G-Tech Nariguni. ഒന്ന് പെട്ടെന്ന് വരും കേട്ടോ.
CMDC, best counselor. Thank you. അപ്പൊ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുള്ള ആൾക്കാരെ പെരുമ്പാവൂർ കൊണ്ടോട്ടിയിലേക്ക് സാർ കൊടുത്തുള്ളൂ. മലപ്പുറം കൗൺസിലർ വന്നോ? ടാർഗറ്റ് അച്ചീവ്ഡ്. മലപ്പുറം, എടപ്പാൾ, മൂവാറ്റുപുഴ. മിസ്റ്റർ ആരിഫ് ആ ലിസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യേ. മൂവാറ്റുപുഴ. ബാക്കി അവാർഡ്സ് നമ്മൾ എന്താണെങ്കിലും ഇതിന് ശേഷമായിട്ട് നമ്മൾ മാറ്റിവെക്കണം. നമ്മുടെ പ്രോഗ്രാം നമുക്ക് ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. മഴ പെയ്യുന്നതിനുള്ള ഒരു സാഹചര്യമൊക്കെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണെങ്കിലും സർ, നമ്മുടെ ഈ ഒരു അവാർഡ് പരിപാടി നമ്മൾ ഇവിടെ ഒന്ന് നിർത്തിയതിനു ശേഷം നമ്മുടെ പ്രോഗ്രാമിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു. സർ പ്ലീസ്. ഹലോ, ഇതെന്താണെന്ന് വെച്ചാല് നമ്മള് വലിയൊരു കുടുംബമായതുകൊണ്ട് പെട്ടെന്ന് പരിപാടികൾ തീർക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഈ ഒരു ഏപ്രിൽ മാസത്തിൽ മാത്രം ജിടെക്കിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഈ വെക്കേഷൻ കോഴ്സിനുള്ള കുട്ടികൾ മാത്രം ഏകദേശം 31,000 ഈ 31,000 കുട്ടികളെ പഠിപ്പിക്കുക, അവരെ പരീക്ഷ നടത്തുക, അവർക്ക് സർട്ടിഫിക്കേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പണിയല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിവിടെ ഓരോരുത്തരും വിളിച്ച് അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ചെയ്യണ്ടേ? നിർബന്ധമായിട്ട് ചെയ്യണം, നിർബന്ധമാണത്. എന്തായാലും നമുക്ക് അധികം സമയം കളയാനില്ല. നമുക്ക് വന്ന നമ്മുടെ 3 ഗസ്റ്റും ചെറിയ ഒരു 2 വാക്കില് ഒരു ആശംസകൾ നേരുന്നതാണ്. കുടുംബാംഗങ്ങളെ, കേരളത്തിൽ നിന്നും എല്ലാ പ്രദേശത്തു നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ജിടെക് അധ്യാപകരെ, ജിടെക്കിലെ വെക്കേഷൻ ക്ലാസ്സിൽ പഠിച്ച പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളിന്ന് IT യുഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വെക്കേഷൻ കാലത്ത് ഈ കുട്ടികളെ ജിടെക്കിലേക്ക് അയച്ച മാതാപിതാക്കളെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതിനുവേണ്ടി സമയം കണ്ടെത്തിയ കുട്ടികളെ പ്രത്യേകം പ്രോത്സാഹിപ്പിക്കുന്നു. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്മകൾ ചേരുന്നു. നന്മകൾ ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ. പ്രിയമുള്ള ജിടെക് കുടുംബാംഗങ്ങളെ, ആദ്യമേ തന്നെ നിങ്ങളുടെ ഈ മഹോത്സവത്തിലേക്ക് ഒരതിഥിയായി എന്നെ ക്ഷണിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. കൂടാതെ ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ് കേരളം മുഴുവനും ജിടെക് സെൻറ്റേഴ്സ് തുടങ്ങുകയും ഈ സാക്ഷരത പൂർണ്ണമായി കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്ക് ശക്തി കൂടുതലായി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ജിടെക് കുടുംബം വളരെ വലിയ വിശാലമായ കുടുംബമായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ മഹോത്സവം 3 നാൾ സംഘടിപ്പിച്ചതിന് ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാന്യരായ ജിടെക്കിൻ്റെ കുടുംബാംഗങ്ങൾ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, ആദ്യമായി തെക്കേ ഇന്ത്യയുടെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിലേക്ക് മൂന്നാർ നിവാസി എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവമായി സ്വാഗതം ചെയ്യും ഈ നാട്ടിലേക്കുള്ളത്. ജിടെക്കിൻ്റെ അവധിക്കാല പഠനത്തിലും അതോടൊപ്പം തന്നെ റെഗുലർ കോഴ്സുകളിലും ഉന്നതമായ വിദ്യാഭ്യാസം കൈവരിക്കുകയും അതിലൂടെ നേട്ടങ്ങൾ നേടി ഈ രാജ്യത്തിന് മാതൃകാപരമായി പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരെയും ഈ സംഘാടകരെയും ഇത്രയും നല്ല പരിപാടി മൂന്നാറിൽ സംഘടിപ്പിക്കുവാൻ ഈ നാട്ടിലേക്ക് നിങ്ങളെല്ലാവരെയും എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘാടക സമിതിക്കും മൂന്നാറിൻ്റെ പേരിൽ ഹൃദയമായ നന്ദി, അകമഴിഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു.